ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും സൺഡേ നല്ല തിരക്കാണ് കേട്ടോ. കാരണം നമുക്ക് സൺഡേ സ്കൂളിൽ അവരെ കൊണ്ടാക്കണം, അതിന് ശേഷം വേണം നമുക്ക് ചർച്ചിലേക്ക് പോകാൻ. അപ്പോൾ രാവിലെ ഇന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് നല്ല കാഴ്ചയായിരുന്നു ഗൈസ്. കാരണം കണ്ടില്ലയോ, ഇതിപ്പോൾ ഡെയിലി ഉള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത്യാവശ്യം മഴ ചാറുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ കൂടുതലായിട്ട് വീണ് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് നല്ല പഴുത്ത മാങ്ങയാണ് വീണ് കിടക്കുന്നത്, കാറ്റത്ത് വീഴുന്നത്. അപ്പം പുളിയും നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം വന്ന് അടക്കാനില്ല, അകത്ത് കുടിച്ചു. അപ്പോൾ അത്യാവശ്യം ശക്തമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. എന്ന് വെച്ചാൽ ഒരുപാട് വലിയതല്ല, എന്നാലും ചന്നം പിന്നെ ഒന്നും പറഞ്ഞു ഇങ്ങനെ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് വേഗം തന്നെ കിച്ചണിലെ ഡ്യൂട്ടി എല്ലാം ചെയ്ത് തീർക്കുവാണേ അവരെ സൺഡേ സ്കൂളിൽ വിടണം. അപ്പം ഇന്നലെ കടുമാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കടുമാങ്ങ എന്നൊന്നും പറയാനൊക്കത്തില്ല, മാങ്ങാച്ചാറ്. കടുമാങ്ങ ഇങ്ങനെ അല്ലല്ലോ ഇരിക്കുന്നത്. സത്യത്തിൽ കടുമാങ്ങയും മാങ്ങാച്ചാറും ഇത് രണ്ടും രണ്ടാണെന്നും അതിൻ്റെ ടേസ്റ്റ് രണ്ടാണെന്നും ഒക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഗൈസ് അറിഞ്ഞത്. നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? ഇത് കടുമാങ്ങയല്ല, കടുമാങ്ങയ്ക്ക് കുറച്ച് കുറച്ച് ചാറ് കൂടുതൽ നിൽക്കത്തില്ലേ? നമ്മൾ കഞ്ഞിയുടെ കൂടെയൊക്കെ അസ്ത്രവും കഞ്ഞിയൊക്കെ ആയിട്ട് കഴിക്കത്തില്ല, അതല്ലേ കടുമാങ്ങ. ഇത് അച്ചാർ, നോർമൽ അച്ചാർ കേട്ടോ. ഇത് പെട്ടെന്ന് തീരും, പൊതിയെടുക്കും. പിന്നെ എന്താണ്, ലല്ലുവിൻ്റെ ഫേവറേറ്റ് അച്ചാറാണ്. അപ്പോൾ അവൾ മിക്കപ്പോഴും ഞാൻ കാണാതെ വാരിപ്പറക്കി എടുത്ത് തിന്നാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 3/4 കുപ്പിയോളം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇടിയപ്പവും കൊഴുക്കട്ട ഉണ്ടാക്കി. കൊഴുക്കട്ട ഞാൻ സെപ്പറേറ്റഡ് ആയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. ഈ ഇടിയപ്പത്തിൻ്റെ മാവ് അധികം വന്നപ്പോൾ അതങ്ങോട്ട് ഉരുട്ടി ഇച്ചിരി പഞ്ചസാരയും തേങ്ങയകത്ത് വെച്ചു. അത് അന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും രാവിലെ കഞ്ഞിയും പയറുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുത്ത് വിടാറുള്ളത്. ഇന്ന് പിന്നെ ഇച്ചിരി കാര്യമായിട്ട് അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രം. എന്നാലും ഫുഡ് കഴിപ്പിച്ചാൽ ഞാൻ വിടത്തുള്ളൂ കേട്ടോ. ഇത് അന്നൂസിന് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ്. എന്നും അവൾ തന്നെ ഉറങ്ങി എണ്ണീറ്റ് ആദ്യം വരും. പക്ഷേ ഇന്ന് കുഞ്ഞിന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഒത്തിരി തവണ വിളിച്ചു. അപ്പോൾ സന്തു എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അവളെ എന്നാൽ ഇന്ന് വിടണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഉറക്കത്തിൻ്റെതായിട്ടുള്ള എല്ലാ മൂശാട്ടം ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പം തൈരിരിപ്പുണ്ടായിരുന്നു, എനിക്കത് മോരാക്കി എടുക്കണം. അപ്പം വേഗം തന്നെ ഇവരെ വിടണം, അതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സന്തു അങ്ങ് കയറി. മിക്കപ്പോഴും സന്തുവാണ് ഞാൻ സൺഡേ കുളിപ്പിച്ച് ഇങ്ങോട്ട് ഇറക്കി വിടുന്നത്. പിന്നെ ഒരുക്കി വിടുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. തലേന്ന് തന്നെ ഡ്രസ്സും ബൈബിളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലല്ലു എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം ഇനി അവൾക്ക് ഫുഡ് കഴിക്കണം. അപ്പം ലല്ലുവിനോട് ഞാൻ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യേണ്ട, നീ പോയി ഫുഡ് കഴിച്ചോ. സന്തു അന്നുവിനെ കുളിപ്പിക്കുന്ന ആ ഗ്യാപ്പിൽ ഞാൻ ഓടി വന്നിട്ട് മോര് കാച്ചി കേട്ടോ. ഈ മോര് കാച്ചി എന്ന് പറയുന്നുടനെ മോര് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇട്ടിട്ടില്ല. ഞാനത് പറയുമ്പോഴാണ് സത്യത്തിൽ അത് കഴിക്കുന്നവർക്ക് അയ്യോ എന്തേ ഇടാത്തെന്ന്. പക്ഷേ യാതൊരു വിധമായ ടേസ്റ്റ് വ്യത്യാസവും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. അല്ലാതെ ഇനിയിപ്പോൾ ഇതിനകത്തൊക്കെ ഇതൊക്കെ തിരഞ്ഞു പിടിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുമായിരിക്കും. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പോലും മനസ്സിലായിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് പോലും മനസ്സിലായത് ഞാൻ ഇങ്ങനെയാണ് മോരുണ്ടാക്കുന്നതെന്ന്. വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഉലുവയിടും, പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും ജീരകവും അതൊക്കെ ഇടും, അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറില്ല. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു. അതിനിടയിൽ ചെന്ന് അന്നൂസിനെ റെഡിയാക്കി, അന്നൂസിന് ഫുഡ് കൊടുത്തു. അന്നൂസ് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് ഓടുവാണ് കേട്ടോ. അങ്ങനെ അവർ പോകാൻ ഇറങ്ങി. ഗായ്സ് കണ്ടില്ലയോ, ഇനിയും വേണം ഈ മാങ്ങയെല്ലാം പെറുക്കി കളയണം, തൂത്ത് വാരണം. കുറേ ജോലികൾ ഇനിയും ബാക്കിയുണ്ട്. ഇവരെ അവിടെ കൊണ്ടാക്കിയതിന് ശേഷം വേണം, സന്തു തിരിച്ചു വന്നു, ഞാനും അപ്പോഴത്തേനും റെഡി ആയിട്ടൊക്കെ നിന്നിട്ട് വേണം ഇനി നമുക്ക് ചർച്ചിലേക്ക് പോകാനായിട്ട്. ഇവരെ കൂട്ടണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സൺഡേ രാവിലെ ഒരു അലച്ചിൽ തന്നെയാണ്. സന്തു കുറേ എഴുന്നേറ്റ് ഓടുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ റെഡി. അപ്പം ഞാൻ പറയുന്നത് സ്ക്രാഫ് എടുത്ത് തലയിൽ തന്നെ ഇടുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മറന്നു പോകുമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, അവൾ കരയുക, അല്ല അന്നു നിന്ന് കരയുക. കാരണം ഇറങ്ങിയിട്ട് വീണ്ടും കയറും, ഇനിയും വരും. അങ്ങനെ രണ്ട് തവണയെങ്കിലും അല്ലെ ഒരു തവണയെങ്കിലും സന്തുവിന് എന്തെങ്കിലും സാധനം എടുക്കാൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഇറങ്ങിയതിന് ശേഷം ഗേറ്റ് തുറന്നിട്ടായാലും അത് സ്ഥിരം അങ്ങനെ തന്നെ, സെയിം എന്നും അങ്ങനെ തന്നെ. അപ്പം എനിക്കതൊക്കെ ശീലമായിരുന്നു. ഇവരൊക്കെ കുഞ്ഞുങ്ങൾ ശീലമായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവർ ആയിട്ട് വരുന്നേ ഉള്ളൂ. അങ്ങനെ സന്തു അവരെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്ന് ഞങ്ങൾ ഇനി പള്ളിയിലേക്ക് പോകണം. അവരെ കൂട്ടിയിട്ട് വേണം പള്ളിയിൽ പോകാൻ. എൻ്റെ പുതിയ ചുരിദാറാണ് ഗൈസ്, കണ്ടില്ലയോ. അപ്പം ഞങ്ങൾ ഇതിനിടയിൽ ഞാൻ കുറേ പണിയെടുത്തു കേട്ടോ. കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി, മോരുകാച്ചി നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ കുറേ ജോലികൾ ചെയ്തു. ഇത് നമ്മുടെ കണ്ണാട്ടുമൂടിലെ ചർച്ചാണ്, IPCയുടെ തന്നെ ചർച്ചാണ്. അവിടെ
ഹണ്ട നിൽക്കുന്നുണ്ട്. ആൻമരി അവിടെ നിൽപ്പുണ്ട്. ലല്ലുവിൻ്റെ ഫ്രണ്ടാട്ടോ. അവർ ഒരു ക്ലാസ്മേറ്റ്സ് ആണ്. പിന്നെ അതേപോലെ ഇപ്പോൾ സൺഡേ സ്കൂളിലെയും ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ അവരവിടെ നിൽക്കുന്നുണ്ട്. അവരെയും കൂട്ടിക്കൊണ്ട് നമ്മൾ പോവുകയാണേ നമ്മുടെ ചർച്ചിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിലാണ് നമ്മളുടെ സൺഡേ സ്കൂളിൻ്റെ ഇവരുടെ ഹെഡ് മാസ്റ്ററാണ് വിജി ആൻറ്റി. വിജി ആൻറ്റി എന്ന് ഞാനങ്ങ് പറഞ്ഞതാ വിജി. വിജിയുടെ മോളാണ് ഓടി വരുന്നത്, ഹന്ന. അല്ല, അന്നുക്കുഞ്ഞിൻ്റെ ഫ്രണ്ടാട്ടോ. അങ്ങനെ ഓടി വന്നപ്പോൾ എന്നോട് പറയാം സൺഡേ സ്കൂളിൻ്റെ വാർഷികമാണ് അടുത്ത ആഴ്ച, വിളിച്ചു പറയാൻ ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ഊട് വഴി കയറി സഞ്ചരിക്കുകയാണ് ഗൈസ്, കണ്ടില്ലയോ? അങ്ങനെ ഞങ്ങൾ ഊട് വഴികളെല്ലാം താണ്ടി താണ്ടി മാവേലിക്കരയുടെ പ്രത്യേകതയാണിത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ഏതുവഴി വേണമെങ്കിലും നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്താം. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഒരുപാട് ഉണ്ടായിരുന്നു. ചർച്ചിന്റെ ഗതി ഇപ്പോഴത്തെ നിജസ്ഥിതി ഫോൺ പോയി ഗൈസ് പോയി. അത് ഞാൻ ഫോണ് പെട്ടെന്ന് അങ്ങ് മാറ്റി. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴും അത് കട്ട് ചെയ്ത് കളയാനും ഞാൻ അങ്ങ് വിട്ടുപോയി. അപ്പം നമുക്കിന്ന് PYP ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് ശേഷമായിരുന്നു. അന്നൂസിന് സോളോ ആയിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്പറായിട്ട് അന്നൂസ് പാടി. അപ്പം പാസ്റ്റർ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. ലല്ലുവിന് ആക്ഷൻ സോങ് ആയിരുന്നു. ആക്ഷൻ സോങ്ങും അവൾ ഭംഗിയായിട്ട് തന്നെ ആക്ഷൻ സോങ്ങും കളിച്ചു. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോരുടെ പ്രോഗ്രാം ഭംഗിയായിട്ട് ചെയ്തു. ആൻറ്റിക്ക് ബൈബിൾ കിസ് ആയിരുന്നു. ആൻറ്റി അത് ബൈബിൾ കിസ് നടത്തി. അത്യാവശ്യം ജെനി പറഞ്ഞു, വേറെ ആരും പറഞ്ഞില്ല. പിന്നെ എനിക്കാണെങ്കിൽ ചോയ്സ് ആയിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ചോയ്സ് നടത്തുകയാണ് ഗൈസ്. സാൻവിയ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അന്നൂസും ജെനിയും കൂടി അവിടെ ഇന്ന് ജെനിയെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ഇരുന്ന് കരയുന്ന കാണാവേ നിങ്ങൾക്ക്. അപ്പോൾ ജോൺസൺ അച്ചായൻ അവിടെ ബൈബിൾ കിസ് നടത്തുന്നുണ്ട്. ആരും ഒന്നും പറഞ്ഞില്ല. ഫുൾ പോയിന്റും അച്ചായന് സ്വന്തമാക്കി. അങ്ങനെ അതിന് കുറച്ച് വഴക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് വായിച്ചിട്ട് വന്നാൽ എന്താ, നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പിണങ്ങി ഗൈസ്, അടിച്ചു പിരിഞ്ഞു ഗൈസ്, കണ്ടില്ലയോ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ജെൻ ചേച്ചി എന്നോട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചില്ല. അവളിന്ന് എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒട്ടും അടങ്ങിയിരുന്നിട്ട് ഉണ്ടായിരുന്നില്ല ഇന്ന് പള്ളിയിൽ. രാവിലെ ചെന്നപ്പോൾ തൊട്ട് ഞാൻ പുറകിലോട്ട് വിളിച്ച് ഇങ്ങനെ ഞുള്ളും പിച്ചും ഒക്കെ കൊടുത്തിരുന്ന് ഞുള്ളുകയും മാന്തും ഒക്കെ ചെയ്തു. എൻ്റെ അടുത്ത് ഇരുത്തുമെന്നൊക്കെ പറഞ്ഞ് വിരട്ടുമൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ട് അവൾ ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോരേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. സാധാരണ നമ്മൾക്ക് 12:30 ആകുമ്പോഴത്തേന് നമ്മുടെ ആരാധന കഴിയുന്നതാണ്. ഇന്നിപ്പോൾ പ്രോഗ്രാമും കൂടി ഉള്ളത് കൊണ്ട് 1 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യണം. അപ്പം ബായ്.